நாட்டுக்கோழி குழம்பு. இது வந்து ஸ்பெஷல் பச்சை புளி ரசம். டிவிஎஸ் நாட்டுக்கோழி போன்லெஸ். டிவிஎஸ் தோட்டத்து விருந்து ஸ்பெஷல். கொத்துக்கறி, கைமா, மட்டன், பிரைன் ஃப்ரை. இது வந்து ரக்மி. വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണേന്നറിയോ? ഈറോഡ് ജില്ലയിലാണ്. ഈറോഡ് ജില്ലയിൽ തോട്ടത്തിൽ വിരുന്ന് എന്ന് പറഞ്ഞിട്ട് നല്ല സ്പെഷ്യലായിട്ടുള്ള നാടൻ മസാലകൾ മാത്രം ഇട്ടിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു ഹോട്ടലിലാണ്. ഹോട്ടൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശരിക്കും ഒരു ഹോംലി ഫീലാണ് ഇവിടെ ഉള്ളത്. നോൺ വെജ് സദ്യ എന്നാണ് പറയാം. നോൺ വെജ് സദ്യ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള സാധനങ്ങൾ മൊത്തം നോൺ വെജ് ഐറ്റംസ് ആയിരിക്കും. മട്ടൻ ഉണ്ട്, ചിക്കൻ, മുട്ട, മീൻ, അത് വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഒന്ന് ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഈറോഡ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ഇത് കഴിക്കാനായിട്ട് വന്നതാണ്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഈറോഡിലേക്ക് യാത്ര ചെയ്യുന്നവർ, കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഈറോഡിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ തോട്ടത്തെ വിരുന്നിലൊന്ന് കയറി നോക്കൂ. സംഭവം പൊളിയാണ്. ചെന്നൈയിൽ നിന്ന് തുടങ്ങി എറണാകുളത്തേക്കുള്ളൊരു യാത്രയിലാണ് ഈ വീഡിയോ മുഴുവൻ എടുത്തിരിക്കുന്നത്. രാവിലെ 6 മണിക്കാണ് ചെന്നൈയിലെ ടി നഗറിൽ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. വൈകിട്ട് 8 മണിയാകും കാക്കനാട് എത്താനെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിളുപ്പുരത്തിനടുത്തുള്ള മനോജ് ഭവൻ എന്ന് പറഞ്ഞൊരു വെജ് റെസ്റ്റോറൻറ്റിലായിരുന്നു. എൻ്റെ അറിവിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ല സ്ഥലം തമിഴ്നാട് തന്നെയാണ്. ഒരുപാട് വെറൈറ്റീസാണ്, എല്ലാം നല്ല വെജിറ്റേറിയൻ റെസിപ്പീസുമാണ്. ഈ ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അച്ഛനമ്മമാരെ പറ്റി വളരെ നല്ല കോട്ട്സുകൾ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞാൻ പിള്ളേരെ കൊണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാനും പറയുന്നുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെയ് റോസ്റ്റും പൂരിയും പൊങ്കലും ഇഡ്ഡലിയെല്ലാം പെട്ടെന്ന് തീർത്ത് അവസാനം നല്ലൊരു ഫിൽട്ടർ കോഫിയും കുടിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലെങ്കിലും ഈ നിറത്തിലുള്ള ഒരു ഗ്ലാസ്സിൽ ചൂടുള്ള ഫിൽട്ടർ കോഫി കുടിക്കുമ്പോഴുള്ളൊരു സുഖം വേറെ തന്നെയാണ്. നല്ല ആംബിയൻസും നല്ല വൃത്തിയും ഒരുപാട് സ്പേഷ്യസും ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഈ മനോജ് ഭവൻ എന്ന് പറയുന്നത്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, എങ്കിലും നമ്മൾ സാധാരണ ഇവിടെയാണ് കയറാറുള്ളത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. 12 മണിക്കൂറിൽ കൂടുതൽ യാത്രയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും, അതായത് അനീഷേട്ടൻ ഒഴിച്ച് ഞങ്ങൾ 3 പേരും കുറേ ഉറങ്ങി, കുറേ വായിച്ചു, കുറേ പാട്ട് കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ദൂരം ചെന്നപ്പോഴാണ് സേലത്തെത്തിയത്. സേലത്തെത്തിയപ്പോൾ നല്ലൊരു ഇളനീര് കുടിക്കാനായി. അങ്ങനെ എല്ലാവരും ഇളനീര് കുടിച്ചു. നമ്മൾ എവിടെയും തന്നെ സിറ്റിയിൽ കയറുന്നില്ല, ഹൈവേയിൽ കൂടെ തന്നെയാണ് യാത്ര. അതുകൊണ്ട് തന്നെ കൂടുതലും നാട്ടുമ്പുറത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇളനീരും നൊങ്കും മാങ്ങയും വെള്ളരിക്കയൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് കിട്ടും. നമ്മളുടെ റൂട്ട് ശരിക്കും സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, പിന്നെ അവിടുന്ന് തൃശ്ശൂർ, എറണാകുളം, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഉച്ചയൂണ് ഈറോഡ് നിന്നും തോട്ടത്തെ വിരുന്നിൽ നിന്ന് തന്നെയാണെന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി ഈറോഡിലേക്ക് ഓടിയെത്താനുള്ള തിരക്കിലായിരുന്നു. അധികം ബ്രാഞ്ചുകളോ അധികം പരസ്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇത്. ഇവിടുന്ന് കഴിച്ചിട്ട് പോയവരാണ് ഈ ഒരു സ്ഥലത്തിന് ഇത്രയും ഫേമസ് ആക്കിയത്. കാരണം ഇവിടുത്തെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് മസാലകളൊന്നും ചേർക്കാതെ അവർ തന്നെ നാടൻ മഞ്ഞളും ഇഞ്ചിയും കുരുമുളകും മല്ലിയെല്ലാം പൊടിച്ച് ചെട്ടിനാട് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവരിതിനെ അസൈവ വിരുന്ന് എന്നാണ് പറയുക. അസൈവ വിരുന്ന് എന്ന് പറഞ്ഞാൽ നോൺ വെജ് സദ്യ. ചെറിയ ചെറിയ കുടിലുകളായിട്ടാണ് ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് സാധാരണ കയറുമ്പോൾ എല്ലാവരും ചെരുപ്പ് ഊരി വെക്കാറുണ്ട്, നമ്മളൊരു വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുന്ന പോലെ. പോയി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴയിലയിൽ തന്നെയാണ് അവരെല്ലാവർക്കും സദ്യ വിളമ്പുന്നത്. പിന്നെ ഓരോ ടേബിളിലും ഈ 3 വിഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. മട്ടൻ കറി, ചിക്കൻ കറി, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പച്ചപ്പുളി രസം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ട്രൈപോഡും മൊബൈലൊക്കെ തൂക്കി നടക്കുന്ന കണ്ടപ്പോൾ ഒരു യൂട്യൂബർ ആണെന്ന് അറിഞ്ഞുകൊണ്ടാവാം ഇതിൻ്റെ ഓണർ തന്നെയാണ് നമുക്ക് ഓർഡർ എടുക്കാനായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ശിവാനന്ദം എന്നാണ്.
പിന്നെ ഇതൊരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ കഴിച്ചതിനൊക്കെ 100% കാശ് കൊടുത്തിട്ട് തന്നെയാണ് കഴിച്ചത്. പിന്നെ ഇവിടുത്തെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. ഞാനിതിന് മുന്നേയും ഇവിടെ വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യം ഒട്ടും ശ്രദ്ധിക്കാതെ നാവിൻ്റെ രുചി മാത്രം ശ്രദ്ധിച്ച് ഒരുപാട് അഡിക്റ്റീവ്സും മസാലകളൊക്കെ ചേർത്ത് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കുന്ന ഈ കാലത്ത് ഇങ്ങനെയൊരു സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. പോയിരുന്ന പാടെ നല്ല ചൂടുള്ള ചിക്കൻ സൂപ്പാണ് എല്ലാവർക്കും കൊണ്ടുവന്നത്. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ എത്തി. അതിലാദ്യമായിട്ട് വന്നത് TVS ആണ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണ് TVS, തോട്ടത്തെ വിരുന്ന് സ്പെഷ്യൽ. ഇതൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ റെസിപ്പീൻ്റെയും കഷ്ണങ്ങളൊക്കെ വളരെ ചെറുതായിട്ടാണ് അരിയുക, എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക. അതിലെല്ലാം ചുവന്നുള്ളി ആയിരിക്കും ചേർത്തിരിക്കുക. അതാണ് ഇവിടുത്തെ ടേസ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. അത് കഴിഞ്ഞ് മട്ടൻ കൊത്താണ്, വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള മട്ടൻ. ഇതെല്ലാം ബോൺലെസ് ആണ്, അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും കഴിക്കാം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ആന്ധ്ര എഗ് കറിയാണ്. ഇതും ഇവരുടെ ഒരു സ്പെഷ്യലാണ്. ഇതുകൂടാതെ പിച്ചിപ്പോട്ട കോഴി, പല്ലിപ്പാളയം ചിക്കൻ, ബ്രെയിൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. എല്ലാം എനിക്ക് കുറച്ച് ഇട്ട് തന്നിരുന്നു. എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അധികം ഞാനങ്ങ് ചോദിച്ചില്ല. പിന്നെ ഇതിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു തൈരാണ്. ഐസ്ക്രീം പോലെ നല്ല കട്ടിയായിട്ട് അവർ കൊണ്ടുവന്ന് ഒഴിച്ചു തരും. ചെട്ടിനാട് വിഭവമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തൈര് നന്നായിട്ട് ഉപകാരപ്പെട്ടു. ഇതുകൂടാതെ ഈ അസൈവ വിരുന്ന്, അതായത് നോൺ വെജ് സദ്യ നമ്മൾ അവസാനിപ്പിച്ചത് നല്ലൊരു ഇളനീർ പായസം കുടിച്ചാണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല തണുത്തിരിക്കുന്ന ഒരു ഇളനീർ പായസം. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ബിരിയാണിയും വിളമ്പുന്നുണ്ട്. അത് 12:30 to 1:30. അതിൻ്റെ ഉള്ളിൽ തന്നെ അത് തീർന്നു പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ഒരുപാട് കഴിച്ചെങ്കിലും അത്ര ഹെവി ആയിട്ടൊന്നും തോന്നാത്തൊരു സദ്യ കഴിച്ചിട്ടുള്ളൊരു സന്തോഷത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അതിന് മുന്നേ ഇത് അത്യാവശ്യമാണ്, ഈ ഒരു മുറുക്ക്. ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ മുറുക്കും, അല്ലെങ്കിൽ നല്ലൊരു ബീഡ കഴിക്കും. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ചെറുപ്പത്തിൽ മുറുക്കിയിരുന്നത്. ഓണസദ്യ കഴിച്ചതിന് ശേഷം, വിഷു സദ്യ കഴിച്ചതിന് ശേഷം. പക്ഷെ തമിഴ്നാട്ടിലെത്തിയപ്പോൾ അവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതിങ്ങനെ വെച്ചത് കാണുമ്പോൾ അറിയാണ്ടങ്ങ് എടുത്ത് കഴിച്ചു പോകും. ഈറോഡ് ടൗണിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ വില്ലരസംപട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തോട്ടത്തിൽ വിരുന്നുള്ളത്. അപ്പോൾ ഈ വഴിക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക.